സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആ ചാപ്റ്ററിനകത്തിൽ നമുക്ക് ഫോക്കസ് പോയിന്റിനകത്തിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിനകത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഡയമെൻഷനൽ അനാലിസിസും അതേപോലെ തന്നെ SI യൂണിറ്റ്സുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം എന്ന് പറഞ്ഞ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചായിരുന്നു. CGSനകത്തിൽ സെൻറ്റിമീറ്റർ, അതായത് നമുക്ക് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് 3 എണ്ണമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ലെങ്ത്ത്, മാസ്, ടൈം. ലെങ്ത്തും മാസും ടൈമും ആയിരുന്നു നമ്മുടെ 3 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു നമ്മൾ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞത്. CGSനകത്തിൽ ലെങ്ത്തിനെ സെൻറ്റിമീറ്റർ വെച്ചും മാസിനെ ഗ്രാം വെച്ചിട്ടും ടൈമിനെ സെക്കൻഡ്സ് വെച്ചിട്ടുമാണ്. അപ്പോൾ അതാണ് CGS എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ FPS, രണ്ടാമത്തേത് FPS എന്ന് പറഞ്ഞ സിസ്റ്റം, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്ന് പറയും. ആദ്യത്തേത് CGS, പിന്നീട് FPS, പിന്നെ മൂന്നാമത്തേത് MKS എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഈ MKS എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്തിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, അതായത് ലെങ്ത്തിനെ മീറ്റർ വെച്ചും മാസിനെ കിലോഗ്രാം വെച്ചും ടൈമിനെ സെക്കൻഡ് വെച്ചുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ MKS സിസ്റ്റത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. SI സിസ്റ്റം ഓഫ് യൂണിറ്റിനകത്തിൽ SI സിസ്റ്റത്തിനകത്തിൽ സിസ്റ്റമേ ഇന്റർനാഷണൽ എന്നാണ് പറയുന്നത് കേട്ടോ. SI എന്ന് ഉദ്ദേശിക്കുന്നത് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് സിസ്റ്റമേ ഇന്റർനാഷണൽ. അതൊരു ഫ്രാൻസിലാണ് അതിന്റെ ബേസ്. അത് ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ, ഫ്രഞ്ച് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിസ്റ്റമേ ഇന്റർനാഷണൽ എന്ന് വന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ഒരു മെഷർമെന്റിനും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടൊരു കമ്പാരിസൺ ഉണ്ടാകും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂണിറ്റ് എന്നൊക്കെ നമ്മൾ ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു കിലോ സാധനം തൂക്കിക്കൊണ്ടുപോയാൽ ഇന്റർനാഷണലി അത് തന്നെ ആയിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മൾ പറയുന്നുണ്ട്. ഇൻ SI സിസ്റ്റം, SI സിസ്റ്റത്തിനകത്തിൽ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, amount of substance, luminous intensity. amount of substance, luminous intensity. ഇത്രയുമാണ് നമുക്ക് SI സിസ്റ്റത്തിനകത്ത് 1, 2, 3, 4, 5, 6, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറയുന്നത്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. ലെങ്ത്തിനെ മീറ്റർ വെച്ച്, മാസിനെ കിലോഗ്രാം വെച്ച്, ടൈമിനെ സെക്കൻഡ് വെച്ചിട്ട്, ഇലക്ട്രിക് കറന്റിനെ ആംബിയർ, ടെമ്പറേച്ചറിനെ കെൽവിൻ, അതേപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ മോൾ വെച്ചിട്ട്, അതേപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയെ കാൻഡില വെച്ചിട്ടായിരുന്നു നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൂടാതെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരെണ്ണം പ്ലെയിൻ ആംഗിൾ ആണ്, മറ്റേത് സോളിഡ് ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ആർക്കിന്റെ സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്നും, ഒരു 3D സ്ട്രക്ചർ, ഒരു സ്പിയറിന്റെ ചെറിയൊരു ഏരിയ സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്നത്, സർക്കിളിന്റെ ഒരു പാർട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെ പ്ലെയിൻ ആംഗിൾ എന്നും, സ്പിയറിന്റെ ഒരു അതിനെ 3Dയിലോട്ട് കൊണ്ടുവന്ന് സ്പിയറിന്റെ ഒരു ചെറിയൊരു ഏരിയ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ സോളിഡ് ആംഗിൾ എന്നും നമ്മൾ പറഞ്ഞു. അതിന്റെ ഇക്വേഷൻസും എല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ. SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ. ഇത്രയുമാണ് നമ്മൾ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനകത്തിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് അതിനകത്ത് നിന്ന് നമുക്ക് ചോദ്യം വരുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ SI യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം വരുന്നത്. പിന്നെ നമുക്ക്
വരുന്ന കാര്യമാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്താൽ നമുക്ക് പറയാം. എങ്ങനെയാ? ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ദ പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ, ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഏത്? ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് കൂടുതലും ഡയമെൻഷൻസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ്. ഉദാഹരണം, എക്സാമ്പിൾ ഫോർ എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഏതാണ്? വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ആക്സലറേഷൻ ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മൊമെൻറ്റം ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ്, തീർച്ചയായിട്ടും ഇതിനകത്തെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ വരുന്നുണ്ട് അല്ലേ? എല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എഴുതാം. അങ്ങനെ പവേഴ്സിൽ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എഴുതുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതിനെ ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ട് എഴുതുമ്പോൾ അത് ഡയമെൻഷണൽ ഫോർമുലയായി. LHSഉം RHSഉം എഴുതുമ്പോൾ അത് ഡയമെൻഷണൽ ഇക്വേഷനായി. അപ്പം സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? മാസ്, ലെങ്ത് ആൻഡ് ടൈം ആണ് എല്ലാത്തിനകത്തും, ഭൂരിഭാഗം എണ്ണത്തിനകത്തും വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഡയമെൻഷൻസിനകത്തിൽ നമ്മൾ എഴുതുന്നത് M, L, T. M raised to 0, L raised to 0, T raised to 0 അല്ലെങ്കിൽ M raised to 1, L raised to 1, T raised to 1 എന്നൊക്കെ പവേഴ്സ് നമ്മൾ കൊടുത്ത് എഴുതും. അതിനെ നമ്മളൊരു ബ്രാക്കറ്റിലിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിച്ചത്. നിങ്ങൾക്കതറിയാം. നമ്മൾ LHSൽ നമ്മൾ ഏതെങ്കിലും ഒരു ഉദാഹരണം, ഞാൻ റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നതെങ്കിൽ ഞാൻ LHSൽ ഞാൻ V എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെ ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ആണ്. അപ്പോൾ മാസ്, ലെങ്ത്, ടൈം. അപ്പോൾ ഡിസ്റ്റൻസിലെ ലെങ്ത് ആയതുകൊണ്ട് L raised to 1. വെലോസിറ്റിയുടെ ഡയമെൻഷൻസ് എഴുതുവാണെങ്കിൽ L raised to 1. ടൈം താഴെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പം ഞാൻ താഴെ ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന T ആണ്. T raised to 1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റി L raised to 1, T raised to -1 എന്ന് എഴുതി. അതായത് ഈ താഴെ കിടക്കുന്ന T raised to 1 മുകളിൽ പോകുമ്പോൾ ടിയുടെ പവറിന്റെ സൈൻ ആൾട്ടർ ചെയ്യും, ഓപ്പോസ് ആകും. അപ്പോൾ എങ്ങനെയാ? താഴെ T raised to 1 ആയിരുന്നെങ്കിൽ മുകളിലെത്തുമ്പോൾ T raised to -1 ആയി. അപ്പം L raised to 1, T raised to -1 is the dimensional formula for velocity. അപ്പം ഞാനിവിടെ L raised to 1 എന്നും T raised to -1 എന്നും എഴുതി. M ചുമ്മാതെ ഇട്ട് വെക്കരുത്. M അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. L raised to 1 into T raised to -1 എന്ന് എഴുതിയാൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്, വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. പക്ഷേ ഈ L raised to 1, T raised to -1 എന്ന് എഴുതിയാൽ തെറ്റാ. കാര്യം എന്താ? എമ്മിന് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പവർ ഇല്ല എന്ന് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കണം. M raised to 0, L raised to 1, T raised to -1 is the dimensional formula. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ തൊട്ട് L T raised to -1 is the dimensional formula for velocity. അപ്പോൾ ഡയമെൻഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഡയമെൻഷൻസ് ചെയ്യാൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതിക്കും. റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ ഫോളോയിങ്. റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ദി ഫോളോയിങ്. വെലോസിറ്റി. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണ്, അതങ്ങ് എഴുതി വെക്കണം L. ടൈം എന്ന് പറയുന്നത് T വെച്ചിട്ടാണ്. അപ്പോൾ L raised to 1, T raised to 1.
അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എൽ ടി റേസ് ടു മൈനസ് 1. അപ്പം ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റീസ് എൽ ടി റേസ് ടു മൈനസ് 1. ഇങ്ങനെ വേണം അത് എഴുതാൻ. എൽ ടി റേസ് ടു മൈനസ് 1. രണ്ടാമത്തെ ആക്സിലറേഷൻ. നമുക്ക് വെലോസിറ്റിയുടെ അറിയാമെങ്കിൽ ആക്സിലറേഷൻ എഴുതാം. ആക്സിലറേഷൻ അപ്പോൾ ഇക്വേഷൻ എഴുതാം. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിന് പ്രാധാന്യമില്ല, ഡയറക്റ്റ് നിങ്ങൾ ആൻസർ എഴുതിക്കോളാം. ആൻസറിന് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി പോയാൽ നിങ്ങൾക്ക് എത്ര പാടുള്ളത് വന്നാലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്സ് പറയുന്നത്. ആൻസർ കാണാതെ അറിയാം എന്നുണ്ടെങ്കിൽ എഴുതാം. ചെറുതൊക്കെ ആണെങ്കിൽ വെലോസിറ്റി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ഒന്നും വലിച്ചു വരെ എഴുതേണ്ട കാര്യമില്ല. എൽ ടി റേസ് ടു മൈനസ് 1 നമുക്കറിയാം, അല്ലെങ്കിൽ എം റേസ് ടു 0, എൽ റേസ് ടു 1, ടി റേസ് ടു മൈനസ് 1 എന്ന് നമുക്ക് അറിയാം. അഗെയിൻ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. ഡിവൈഡഡ് ബൈ താഴെ ടൈം ഉണ്ട് ടി റേസ് ടു 1. ആ ടി റേസ് ടു 1 മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1 ആവും. അപ്പം നമുക്ക് ഇങ്ങനെ വരും, എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ടി റേസ് ടു മൈനസ് 1 പ്ലസ് മൈനസ് 1 എന്ന് വരും. അപ്പോൾ -1 പ്ലസ് -1 എന്താണ്? -2 ആണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഫോർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -2. നിങ്ങൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നോക്കിയാൽ മതി. ആക്സലറേഷൻ്റെ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആണ്. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അടുത്തത് ഫോഴ്സ്, മൂന്നാമത്തെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. മൂന്നാമത്തേത് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല ഫോർ ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. തീർച്ചയായിട്ടും മാസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എം വെച്ചിട്ടാണ്. ആക്സിലറേഷൻ നമ്മൾ ഇച്ചിരി മുമ്പ് എഴുതി എൽ ടി റേസ് ടു മൈനസ് ആണ്. അറിയാമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇട്ട് നോക്കണം. എൽ ടി റേസ് ടു -2 ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പം എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2, അല്ലാന്നുണ്ടെങ്കിൽ എം എൽ ടി റേസ് ടു -2. കാര്യം 1 ആണ് പവർ എങ്കിൽ നിങ്ങൾ എം എൽ എന്നൊക്കെ എഴുതിയാൽ മതി. 0 ആണ് പവർ എങ്കിൽ ആ 0 എന്ന് എടുത്ത് എഴുതിയിരിക്കണം. 1 ആണ് പവർ എങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. എം എന്ന് പറയുന്നത് എം റേസ് ടു 1 ആണെന്നും എൽ എന്ന് പറയുന്നത് എൽ റേസ് ടു 1 ആണെന്നും അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ നോ പ്രോബ്ലം. പക്ഷേ 0 എഴുതേണ്ട അടുത്ത് 0 എഴുതിയിരിക്കണം, എഴുതാതെ വിടരുത്. അതാണ് പ്രശ്നം. ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഫോഴ്സ്. അടുത്ത ഡയമെൻഷണൽ ഫോർമുല ഫോർ വർക്ക്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കാണാൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു അതങ്ങ് എലാബറേറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് അറിയാമല്ലോ, തൊട്ടുമേളിൽ കിടപ്പുള്ളതുകൊണ്ട് എം എൽ ടി റേസ് ടു -2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എൽ വെച്ച്, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ആണ്, അപ്പൊ എൽ ഉണ്ട്. ഇപ്പൊ 2 എൽ ഉണ്ട്, എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. അപ്പൊ നമുക്ക് എഴുതാം എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ വർക്ക്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഈ എഴുതുന്നതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അടുത്തത് പവർ. പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് പവർ. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ടി കൂടെ വരും. ഈ ടി മോളിൽ പോകുമ്പോൾ ടി റേസ് ടു 1 ആണ് യഥാർത്ഥത്തിൽ. ടി റേസ് ടു 1 മോളിൽ പോകുമ്പോൾ ടി റേസ് ടു -1. അവിടെ ഓൾറെഡി ഒരു ടി റേസ് ടു -2 ഉണ്ട്, അതിൻ്റെ കൂടെ ടി റേസ് ടു -1 കൂടെ പോകുമ്പോൾ എങ്ങനെ സംഭവിക്കും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -1 എന്ന് പറയുമ്പോൾ ആൻസർ എം എൽ സ്ക്വയർ ടി റേസ് ടു -3 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ പവർ. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എഴുതുന്നത്. ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻസ് വെച്ച് ഡയമെൻഷൻസ് എഴുതാം. അടുത്തത് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ ഇതിനകത്ത് പറയും. ഡയമെൻഷണൽ അനാലിസിസിനകത്തിൽ ഒരു പ്രിൻസിപ്പിൾ പറയും, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്
നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം അല്ലെങ്കിൽ ഡെഡ്യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ച് ചെയ്യാം. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇൻ ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനകത്തിൽ LHSൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. LHSൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. E എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എനർജി ശരിക്കും പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്കാണ്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് എനർജിയുടെയും ഡയമെൻഷണൽ ഫോർമുല. അപ്പം ഞാൻ എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എനിക്കറിയാം. എന്താണ്? mL²T⁻². അപ്പോൾ ഇവിടെ ഞാനൊരു ഇക്വേഷൻ എഴുതുവാണ്. E is equal to half mv² പ്ലസ് mgh എന്ന് ഞാനൊരു ഇക്വേഷൻ എഴുതാണ്. E is equal to half mv² പ്ലസ് mgh എന്ന് ഞാനൊരു ഇക്വേഷൻ എഴുതി. ഞാൻ ആ ഇക്വേഷൻ എഴുതിയിട്ട് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, നിങ്ങളോട് പറയും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ LHSൽ നമുക്ക് എന്താണ്? എനർജിയാണ്. അപ്പോൾ നമുക്ക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല അറിയാം. mL²T⁻² ആണ്. ദാറ്റ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS. LHSലെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. RHSൽ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. ഒരു ടേം ഹാഫ് mv²ഉം രണ്ടാമത്തെ ടേം mgh ആണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ന്യൂമറിക്കൽസിനെ നമ്മൾ കൺസിഡർ ചെയ്തില്ല. കോൺസ്റ്റൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കോൺസ്റ്റൻസ് ഡസ് നോട്ട് ഹാവ് ഡയമെൻഷണൽ ഫോർമുല ഓർ ഡയമെൻഷണൽ വാല്യൂസ്. അപ്പോൾ mv²ന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് RHSലെ ആദ്യത്തെ ടേം, RHSലെ ഒരു ടേമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ മാസ് വന്നിട്ടുണ്ട് m. വെലോസിറ്റി, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? L⁻⁻⁻1. അപ്പം v² പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി. അപ്പം mL⁻⁻1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? m × L⁻² × T⁻². അപ്പോൾ ഹാഫ് mv²ന്റെ ഡയമെൻഷണൽ ഫോർമുല LHSലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് സമമാണ്. അപ്പോൾ അടുത്തത് ഇതാ, ആദ്യം ഞാൻ ഹാഫ് mv²ന്റെ ആണ് എഴുതിയത് കേട്ടോ. അതേപോലെ mgh-ന്റെ നമുക്ക് എഴുതി നോക്കാം. mgh-ന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുവാണെങ്കിൽ എങ്ങനെ? മാസ് ഉണ്ട് m. വാട്ട് ഈസ് g? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ്റെ തന്നെ ആയിരിക്കും. ആക്സലറേഷൻ്റെ എന്താണ്? mL⁻⁻² ആണ് ആക്സലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. h എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. തീർച്ചയായിട്ടും ലെങ്തോ ഡിസ്റ്റൻസോ ആയിരിക്കും. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. നോക്കിക്കേ, 2 L ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? mL²T⁻². mL²T⁻² is the dimensional formula for mgh. mgh-ന്റെ ഡയമെൻഷണൽ ഫോർമുല mL²T⁻² ആണ്. LHSലുള്ള ടേമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് RHSലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എങ്കിൽ the equation is dimensionally correct. ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് ആവാനുള്ള സാധ്യതയാണുള്ളത്. എന്നാലും പൂർണ്ണമായിട്ടും കറക്റ്റ് ആവണമെന്നില്ല. കാരണം അതിനകത്ത് ഈ പറയുന്ന 1/2 വരും 3/2 വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നില്ല. ബട്ട് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് the dimensional formula of each term in the RHS. RHSലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് should be same as the dimensional formula of the physical quantity in LHS. LHSലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് സമമായിരിക്കണം RHSലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല. എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം the equation is dimensionally correct. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അങ്ങനെ പല വാല്യൂസ് ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് അക്കോർഡിംഗ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ LHSലുള്ളതിൻ്റെ ഇക്വേഷൻ ഡയമെൻഷൻ ഫോർമുല എഴുതണം. RHSലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല എഴുതണം. ആസ് ഓൾ ദ ഡയമെൻഷൻ ഫോർമുലാസ് ആർ സെയിം, ഇറ്റ് ഈസ് കറക്റ്റ്. ഏതെങ്കിലും ഒരെണ്ണം സെയിം അല്ല. ഇപ്പോൾ ഇതിന് mgh-ന് വരെ ഞാൻ mg മാത്രമേ ഉള്ളൂ, അപ്പോൾ h ഇല്ല, അപ്പോൾ mL⁻⁻² വരത്തുള്ളൂ. അപ്പോൾ പറയണം
The equation is dimensionally not correct. Equation dimensionally correct അല്ല എന്ന് നമ്മൾ എഴുതണം. ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് ഇതിനകത്തിൽ ഡയമെൻഷൻ അനാലിസിസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഡെഡ്യൂസിങ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷനെ നമ്മൾ ഡെഡ്യൂസ് ചെയ്യുക, ഒരു ഇക്വേഷൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പം ആ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആണ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു പെൻഡുലത്തിൻ്റെ മാസിനെ, ആ പെൻഡുലത്തിൻ്റെ മാസ് എന്ന് ഉദ്ദേശിച്ചത് പെൻഡുലത്തിനകത്തിൽ സിമ്പിൾ പെൻഡുലത്തിനകത്ത് യൂസ് ചെയ്യുന്ന ബോബിൻ്റെ മാസ്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത്ത്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അങ്ങനെ പല കാര്യങ്ങളെ എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈം പീരീഡ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്കിതെല്ലാം കൂടെ കോർത്തിണക്കി നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കണം. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഴുതിക്കോ. Deduce the equation for the time period of a simple pendulum. Deduce the equation for the time period of a simple pendulum. Deduce the equation for the time period of a simple pendulum. M is the mass of the bob. If M is the mass of the bob, small letter m ആണ്. L is the length of the pendulum. L is the length of the string of the pendulum. L is the length of the string of the pendulum. G acceleration due to gravity. G acceleration due to gravity. പിന്നെ ചിലപ്പോൾ ചിലതിനകത്തൊക്കെ തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഒക്കെ തരും. അത് അതും ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം നമ്മളത് തീറ്റ എഴുതുന്നില്ല, എഴുതിയാലും എഴുതിയില്ലല്ലോ എല്ലാം ഒരേ ആൻസർ ഫൈനലി വരും കേട്ടോ. അപ്പോൾ ഇത് 3 എഴുതിയാൽ മതി. M mass of the bob of the pendulum, L length of the string of the pendulum, G acceleration due to gravity ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയത്തില്ല. അതായത് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതിനകത്തിൽ മാസ് എത്ര പവറിലുണ്ട്, ലെങ്ത് എത്ര പവറിലുണ്ട്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര പവറിലുണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പറയും ടൈം പീരീഡ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ആണെന്ന് പറയാം, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ആണെന്ന് പറയാം, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ജി ആണെന്നും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എമ്മിൻ്റെ പവർ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എമ്മിൻ്റെ പവറിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. അതായത് എം സ്ക്വയർ ഉണ്ടോ, എം റൂട്ട് എം ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു എമ്മിൻ്റെ പവർ എ ആണ്, എല്ലിൻ്റെ പവർ ബി ആണ്, ജിയുടെ പവർ സി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇക്വേറ്റ് ചെയ്യണം. ഇതിനെ ഒരു ഇക്വേഷനായിട്ട് എഴുതണം. ഞാൻ ടി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. എല്ലാ പ്രൊപ്പോർഷണാലിറ്റിക്കും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുത്തു, കെ ആണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുതി കെ ഇൻറ്റു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി എന്ന് എഴുതി. എന്നിട്ട് ഞാൻ ഡയമെൻഷണൽ ഫോർമുല ഫോർ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എത്രയായിരിക്കും? എന്തായിരിക്കും ഡയമെൻഷണൽ ഫോർമുല? റൈറ്റിംഗ് ദ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷൻസ് എന്ന് എഴുതിയാൽ ഡയമെൻഷൻസ് ഓഫ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എഴുതാം. ഡയമെൻഷൻസ് ഓഫ് ബോത്ത് സൈഡ്. LHSൽ ടൈമാണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈമാണ്. അപ്പോൾ എം റേസ് ടു 0 ടൈം ആണെങ്കിൽ ടിയുടെ വാല്യൂ മാത്രമല്ലേ ഉള്ളൂ. മാസിൻ്റെ വാല്യൂ 0, ലെങ്ത്തിൻ്റെ വാല്യൂ 0, ടിയുടെ വാല്യൂ മാത്രമുണ്ട് ടി റേസ് ടു 1. അപ്പോൾ ഇങ്ങനെ എഴുതാം, എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1. ശരിക്കും ടി റേസ് ടു 1 എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷേ എനിക്കിവിടെ കമ്പാരിസൺ ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ എം റേസ് ടു 0ഉം എൽ റേസ് ടു 0 ഒക്കെ എഴുതിയേക്കുന്നത്. ഡെറിവേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എഴുതിയാലും എഴുതിയില്ലല്ലോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്കത് ആവശ്യമുള്ളതുകൊണ്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈസ് ഈക്വൽ ടു കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത്. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതേണ്ട കാര്യം ഇല്ല.
പിന്നെന്താ ഉള്ളത്? മാസ് ഉണ്ട്. മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം ആണ്. അപ്പം ഞാൻ മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എഴുതി. ആ മാസിന് പവർ ഉണ്ട്, ആ പവർ മേലോട്ട് എഴുതി m⁻⁴. അതേപോലെ രണ്ടാമത്തേത് ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല L തന്നെയാണ് അല്ലേ? ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് L എന്ന് പറയുന്ന ലെറ്റർ വെച്ച് തന്നെയാണ് ഡയമെൻഷൻസിനകത്തിൽ. അതിന്റെ പവർ ഞാൻ എഴുതി l⁻⁵. മൂന്നാമത്തേത് G ആണ്. G എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷന്റെ ഇക്വേഷൻ കൊടുക്കണം Lt⁻⁻², Lt⁻⁻² the whole raised to c എന്നത്. കാരണം ആക്സലറേഷൻ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? Lt⁻⁻² ആണ്. അത് ഹോൾ റേസ് ടു c എന്ന് എഴുതണം. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് എഴുതി അതിൻ്റെ പവർ വന്നിട്ട് കൊടുത്തു. നോക്കിക്കേ, വീണ്ടും ഞാൻ LHS ഒന്നുകൂടെ അതുപോലെ എഴുതാണ്. m⁻⁴, l⁻⁴, t⁻⁴. അതേപോലെ തന്നെ എമ്മിൻ്റെ പവർ m⁻⁴, ഇവിടെ l⁻⁵. ഇവിടെ സി രണ്ടുപേർക്കും ബാധകമാണ്. l⁻⁴ the whole raised to c എന്ന് പറയുമ്പോൾ l⁻⁻c, t⁻⁻² the whole raised to c എന്ന് പറയുമ്പോൾ t⁻⁻²c. ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് എല്ലിൻ്റെ പവർ, രണ്ട് എല്ലുണ്ട്. l⁻b × l⁻c നമുക്ക് എങ്ങനെ എഴുതാം? l⁻b × l⁻ca l⁻b + c. x⁻m × x⁻n എന്ന് പറയുന്നത് എന്താണ്? x⁻m + n ആണ്. ഇവിടെ ഞാൻ t⁻⁻²c എന്ന് എഴുതി. എഗെയിൻ പരിപാടി കഴിഞ്ഞു. LHSൽ നമുക്ക് എമ്മും എല്ലും ടിയും ഉണ്ട്. RHSലും m-l-t ഉണ്ട്. അതിൻ്റെ പവേഴ്സ്, എമ്മിൻ്റെ പവേഴ്സിനെ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം, എല്ലിൻ്റെ പവേഴ്സ് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം, ടിയുടെ പവറുകളെ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എമ്മിൻ്റെ പവർ എന്താണ്? a. അപ്പോൾ എയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി 0. എയുടെ വാല്യൂ 0 കിട്ടി. രണ്ടാമത്തെ എല്ലിൻ്റെ പവർ നോക്കിക്കുക. RHSൽ എല്ലിൻ്റെ പവർ എന്താണ്? b + c ആണ്. LHSൽ എല്ലിൻ്റെ പവർ എന്താണ്? 0 ആണ്. അപ്പോൾ b + c = 0. അങ്ങനെയാണെങ്കിൽ b = -c എന്ന് എഴുതാം. b = -c എന്ന് എഴുതാം. b = -c എന്ന് എഴുതി. b = -c. മൂന്നാമത്തെ t⁻1 ആണ്. ഇവിടെ t⁻⁻2c ആണ്. അപ്പോൾ നമുക്ക് -2c = 1. ഇവിടെ -2c, ഇവിടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ c = -1/2 എന്ന് എഴുതാം. c = -1/2. ഇനി നമുക്ക് ആകെപ്പാടെ കിട്ടാൻ a 0 കിട്ടി, c -1/2 കിട്ടി. b എന്ന് പറയുന്നത് -c ആണ്. അങ്ങനെയാണെങ്കിൽ b യുടെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? b = -1/2. കാരണം c -1/2 ആണ്. അതിൻ്റെ മുമ്പിൽ ഒരു മൈനസും കൂടി ഇട്ട് കഴിഞ്ഞാൽ b യുടെ വാല്യൂ നിങ്ങൾക്ക് 1/2 കിട്ടും. ഇപ്പം a യുടെ വാല്യൂ കിട്ടി, b യുടെ വാല്യൂ കിട്ടി, c യുടെ വാല്യൂ കിട്ടി. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. ഇതിൻ്റെ ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. ടൈം പീരിയഡ് t = k × m⁻a. എയുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ m⁻0. l⁻b, ബിയുടെ വാല്യൂ എത്രയാണ്? 1/2. l⁻1/2. g⁻c, സിയുടെ വാല്യൂ എത്രയാണ്? -1/2. അപ്പോൾ g⁻−1/2 എന്ന് എഴുതി. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ m അവിടെ എഴുതേണ്ട കാര്യമില്ല. m⁻0 1 ആയിപ്പോയി. അപ്പോൾ ഞാൻ എഴുതി t = k × l⁻1/2. ഈ g⁻−1/2 ഞാൻ താഴോട്ട് കൊണ്ടുപോയി. അപ്പോൾ g⁻1/2. ഈ x⁻1/2 എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ? x⁻1/2 എന്ന് പറഞ്ഞാൽ √x ആണ്. x⁻1/2 എന്താണ്? √x ആണ്. അപ്പം g⁻1/2 √g, l⁻1/2 എന്ന് പറയുന്നത് √l ആണ്. അപ്പം നിങ്ങൾക്ക് പരിപാടി കിട്ടി. ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ k × √l/g. This is how you can deduce an equation using principle of homogeneity. Principle of homogeneity യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഡെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയമെൻഷൻസിനകത്ത് ഈ മെത്തേഡൊന്നുമില്ല.
കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഡയമെൻഷൻസിനകത്തിൽ പറ്റത്തില്ല. കാരണം കെ 2π ആണെന്ന് നമുക്കറിയാം. കെ ഈസ് ഈക്വൽ ടു 2π. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ മാർഗ്ഗമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഡയമെൻഷനൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്ത് ഡയമെൻഷനൽ അനാലിസിസ് ചെയ്യുമ്പോൾ വി കനോട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. മനസ്സിലായോ?